മലക്കപ്പാറയിൽ ആദിവാസി മൂപ്പനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി. വീരാൻകുടിയൂരിലെ മൂപ്പൻ വീരനാണ് മർദ്ദനമേറ്റത്. മലക്കപ്പാറയ്ക്ക് സമീപം ഊരുവാസികൾ കെട്ടിയ കുടിൽ പൊളിക്കാനെത്തിയ ഉദ്യോഗസ്ഥരാണ് മൂപ്പനെ മർദ്ദിച്ചത്. 3 കുടിലുകൾ പൊളിച്ചു മാറ്റുകയും ചെയ്തു. മൂപ്പൻ വീരനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഘം ചേർന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ മർദ്ദിച്ചതെന്ന് വീരൻ 24-നോട് പറഞ്ഞു. ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ വെറുതെ കാട്ടിനകത്ത് എല്ലാം കാടൻ മഞ്ഞ മുഴുവൻ മൊത്തം ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് ഈ കൈ കൊണ്ട് തലക്കിട്ട് കൊടുത്തു. പിന്നെ കമ്പ് വെച്ച് കുറെ അടി കാലത്തും സൂരജ് സജി ചേർന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഒരു മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്താണ് ഈ പരാതിയായി ഉരുമൂപ്പൻ പറയുന്നത്? വനംവകുപ്പിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം എന്താണ് സൂരജ്? കഴിഞ്ഞ 18 മുതലാണ് ഈ മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ സമീപം വനഭൂമിയിൽ ഈ ആദിവാസി വിഭാഗങ്ങൾ കുടിൽ കെട്ടി താമസം ആരംഭിക്കുന്നത്. കഴിഞ്ഞ 2018 പ്രളയത്തിൽ ഇവരുടെ ഊരിന്റെ ഇരുവശവും ഉരുളെടുത്തിരുന്നു. ഇതേ തുടർന്ന് ഇവർക്ക് വാസയോഗ്യമായ സ്ഥലം നൽകാമെന്ന് സർക്കാർ അറിയിച്ചിരുന്നെങ്കിലും ആ നടപടികളൊന്നും എങ്ങും എത്തിയിരുന്നില്ല. ഇതോടുകൂടിയാണ് പ്രതിഷേധ സൂചകമായി ഇവർ ഈ വനഭൂമി കയ്യേറിക്കൊണ്ട് കുടിലുകൾ കെട്ടി താമസം തുടങ്ങിയത്. അതോടുകൂടി തന്നെ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത എതിർപ്പുകൾ ഉണ്ടായിരുന്നു. കൂടുതൽ കുടിലുകൾ കെട്ടാതിരിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം വനം വകുപ്പ് നടത്തിയിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് വൈകുന്നേരം 4:30 അവിടെ എത്തിയ വനം വകുപ്പ് സംഘം ഇവരുടെ ഈ സ്ഥലത്തിന് ചുറ്റും കെട്ടിയിരുന്ന കൊടികൾ ഉൾപ്പെടെ അഴിച്ചു മാറ്റുകയും പിന്നീട് ഈ 3 കുടിലുകൾ തകർക്കുകയും. ഇതിനിടയിലാണ് ഊരുമൂപ്പന് മർദ്ദനമേറ്റത് എന്നുള്ളതാണ് ഊരുവാസികൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. മൂപ്പന്റെ കാലിനും അതുപോലെ തന്നെ മുഖത്തും മർദ്ദിക്കുന്ന നടപടി ഉണ്ടായി. നേരത്തെയും ഒരു വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുകയും മൂപ്പന്റെ ഒരു കാലിന് തളർച്ച ബാധിക്കുകയും ചെയ്താണ്. കാലിനാണ് മർദ്ദനമേറ്റത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും മർദ്ദനത്തെ തുടർന്ന് മൂപ്പനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കാരണം ഊരുമൂപ്പനെ തന്നെ മർദ്ദിച്ച നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിലവിൽ ഈ വീരാൻകുടി ഊരിലെ നിവാസികൾ വ്യക്തമാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ കുടിൽ കെട്ടിയുള്ള സമരം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.